വയനാട്ടിൽ CPM-ന്റെ സമ്മേളനം നടന്നു. സമ്മേളനം കഴിഞ്ഞു. പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുപ്പിലൂടെയാണ് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. CPM-ന്റെ പുതിയ പാർട്ടി സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുപ്പിലൂടെയാണ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം, അതൊരു കേഡർ പാർട്ടി എന്നുള്ള സംബന്ധിച്ചിടത്തോളം അവരൊരു പാർട്ടി പാനൽ വയ്ക്കുകയും ആ പാനൽ അംഗീകരിക്കപ്പെടുകയും അതിലാരെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർക്കുകയും മാറ്റണമെങ്കിൽ മാറ്റുകയും ചെയ്യുമെന്നല്ലാതെ ഒരു പാനൽ വിജയിക്കുന്ന ഒരു രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-നുള്ളത്. അതാണ്. പക്ഷേ വയനാട്ടിൽ സംഭവിച്ചില്ല. വയനാട്ടിൽ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ നേരത്ത് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നു, മത്സരം നടന്നു എന്നാണ് അറിയുന്നത്. മത്സരം നടന്നതിൻ്റെ ഭാഗമായിട്ട് മത്സരത്തിലൂടെ അവിടെ സെക്രട്ടറി ആകാൻ പാർട്ടി നിശ്ചയിച്ചു വച്ചിരുന്ന പി ഗഗാരൻ, നിലവിലുള്ള പാർട്ടി സെക്രട്ടറി പി ഗഗാരൻ പരാജയപ്പെടുകയും DYFIയുടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന K റഫീഖ് ജയിച്ചു വരികയും ചെയ്തു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. വയനാട് ഇപ്പോൾ 2 ദിവസമായിട്ട് വാർത്തകളിൽ ഇടം നേടുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വിജയരാഘവൻ വയനാട്ടിൽ ജയിച്ച പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും ജയിച്ചത് മതരാഷ്ട്രവാദികളായ ഇസ്ലാം മതരാഷ്ട്രവാദികളുടെ തീവ്ര മതവിശ്വാസികളായ ജമാഅത്ത് ഇസ്ലാമിയുടെയും SDP-യുടെയും വോട്ട് കൊണ്ടാണ് ജയിച്ചത്. അങ്ങനെ SDP-യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. മതരാഷ്ട്രവാദികളുടെ തീവ്ര ഇസ്ലാം മതരാഷ്ട്രവാദികളുടെ ട്രാപ്പിൽ കോൺഗ്രസ് നേതാക്കൾ, പ്രധാനപ്പെട്ട ഇന്ത്യയിലെ 2 നേതാക്കളായ രാഹുലും പ്രിയങ്കയും പെട്ടിരിക്കുകയാണ്. അവർ ആ ട്രാപ്പിൽ പെട്ടിരിക്കുന്നു. ഇനി അവർ പറയുന്നതനുസരിച്ച് മാത്രമേ ഇവർക്ക് പ്രവർത്തിക്കാനും കഴിയൂ. ആ തരത്തിൽ മുസ്ലിം മത തീവ്രവാദികൾ പാർട്ടിയെ പിടിച്ചെടുക്കുന്ന, കോൺഗ്രസിനെ പിടിച്ചെടുത്തിരിക്കുന്നു, അതിനകത്താക്കിയിരിക്കുന്നു. അവരെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്നാണ് കഴിഞ്ഞ ദിവസം വിജയരാഘവൻ പറഞ്ഞത്. അതിനുശേഷം നേതാക്കന്മാർ പറയുന്നതെല്ലാം ആ ഇതിൽ നിർത്തുക. അവിടെയാണ് നമ്മൾ വയനാട് ഒരു വാർത്താ കേന്ദ്രമായി മാറിയത് കഴിഞ്ഞ ദിവസം. ഇന്ന് CPM-ന്റെ സെക്രട്ടറി K റഫീഖ് പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അത് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനത്തിനെ അട്ടിമറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ തകർത്തുകൊണ്ട് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയും മത്സരം നടക്കുകയും മത്സരത്തിൽ 27 അംഗങ്ങളുള്ളതിൽ 16 പേരും റഫീഖിന് വോട്ട് ചെയ്തു എന്നും ആണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അവിടെ ഒരിക്കൽ കൂടി സെക്രട്ടറി ആകേണ്ടിയിരുന്നത് ഗഗാറിനാണ്. പക്ഷേ ഗഗാറിന് ദയനീയമായി പരാജയപ്പെടേണ്ടി വന്നു. പാർട്ടി അവിടെയും റഫീഖിൻ്റെ ആൾക്കാർ പിടിച്ചെടുത്തു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പുറത്ത് മതരാഷ്ട്രവാദികളുടെ കീഴിൽ കോൺഗ്രസ് അകപ്പെട്ടു പോയി എന്ന് CPM പരിതപിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ, ഇതാ പറഞ്ഞ് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഏകദേശം അതേ തരത്തിലുള്ളതെന്ന് പറയാവുന്ന തരത്തിൽ പാർട്ടിയെ പിടിച്ചെടുത്തിരിക്കുന്നു നല്ലൊരു വിഭാഗം. അത് റഫീഖിൻ്റെ നേതൃത്വത്തിൽ എന്ന് നമുക്ക് കാണാം. എന്തായാലും പാർട്ടി സഖാക്കളാണ്, അവരെ നമ്മൾ മോശമായി ചിത്രീകരിക്കേണ്ടതില്ല. അവർ വർഗീയതയ്ക്കും തീവ്ര മത പ്രചരണത്തിനും എതിരായി പ്രവർത്തിക്കുന്നവരായിരിക്കാം ഈ റഫീഖ്. അപ്പം നമുക്കറിയില്ല. കാരണം റഫീഖ് എന്ന് പറയുന്നത് അവിടുത്തെ DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. നല്ല ഉശിരൻ പ്രവർത്തകനാണ്. DYFIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അത്തരത്തിൽ പ്രമുഖനായ നേതാവാണ്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ സംഭവിച്ചു എന്നതാണ് വല്ലാതെ കാണുന്നത്. ഒരുപക്ഷെ CPM-ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ, ഒരുപക്ഷെ വായിച്ചെടുക്കാൻ, മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത തരത്തിൽ വയനാട്ടിലെ CPM-നകത്ത് വല്ലാത്ത ഒരു വേർതിരിവ് ഉണ്ടായിരിക്കുന്നു, ഒരു പോളറൈസേഷൻ ഉണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമ്മൾ ഇതിനെ വിലയിരുത്താം. ഞാൻ ആ ദോഷൈക ദൃക്കാണ് ഞാൻ എന്ന് പറയും. നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ട, കുറ്റം പറയേണ്ട. പക്ഷേ അത്തരത്തിലാണ് എന്ന് തോന്നുന്നു. കാരണം നേതാക്കന്മാരുടെ പ്രതികരണം വാർത്താ സമ്മേളനത്തിൽ വന്ന് പ്രതികരിക്കുമ്പോൾ അവരുടെ ശരീര ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ റഫീഖ് പറഞ്ഞതും ഗഗാറിൻ പറഞ്ഞതും തൊട്ടപ്പുറത്തിന് നമ്മളൊരു പഴയ ശശാങ്കൻ MLA പറഞ്ഞതും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഇവരുടെ ബോഡി ലാംഗ്വേജിൽ നമ്മളെ കയ്യിൽപ്പെടാതെ പാർട്ടി ഇതാ പിടിച്ചെടുത്തിരിക്കുന്നു നല്ലൊരു വിഭാഗം എന്ന തരത്തിലാണ് അവരുടെ ബോഡി ലാംഗ്വേജുകൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ തോന്നിയത്. നിങ്ങൾക്ക് പറയാം എൻ്റെ ദോഷൈക ദീർഘകൊണ്ട് നിങ്ങൾ പറയുന്നതാണെന്ന്. പക്ഷേ CPM-ല് വയനാട്ടിൽ വല്ലാതെ ചില മാറ്റങ്ങൾ. വയനാട് എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ജയിക്കാൻ കഴിഞ്ഞത് എന്നത് ഒരു തർക്കമറ്റ സംഭവം തന്നെയാണ്. അവർ ഹിന്ദു മത വിശ്വാസികൾ അല്ലെങ്കിൽ മുസ്ലിം മത സമൂഹത്തിൽപ്പെട്ടവരല്ലെങ്കിൽ പോലും അവർ ബോധപൂർവം ഗൾഫിൽ നിന്ന് പോലും വിമാനം പിടിച്ച് നിരവധി പേർ പ്രിയങ്കയ്ക്കും രാഹുലിനും വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന വിവരങ്ങൾ നമുക്കറിയാം. അവർ വിമാനത്തിൽ വന്നതും അവർ സ്പെഷ്യൽ വിമാനം പിടിച്ച് വന്നതും
വോട്ട് ചെയ്തതൊക്കെ അവർ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് അത്ര ആവേശത്തിലാണ് അവർ, വിദേശത്തായിരുന്നവർ പോലും വോട്ട് ചെയ്യാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വോട്ട് ചെയ്യാൻ വന്നത്. അതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരവും ഉദ്ദേശം എന്തായിരുന്നു? വെറും കോൺഗ്രസ് വികാരം മാത്രമാണോ, കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നുള്ള വികാരം മാത്രമാണോ എന്നത് അന്നും സംശയങ്ങൾ ഉയർന്നിരുന്നതാണ്. എന്തായാലും അതിപ്പോൾ CPM തുറന്നു പറഞ്ഞിരിക്കുന്നു. പക്ഷേ CPMന് പിറ്റേ ദിവസം സംഭവിച്ചിരിക്കുന്നത് ഏകദേശം അതുപോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാൻ ഞാനില്ല. പക്ഷേ അങ്ങനെയാണ്. പാർട്ടി മാറ്റം വന്നിരിക്കുന്നു. പാർട്ടി നേതൃത്വം തീരുമാനിക്കാത്ത, ആഗ്രഹിക്കാത്ത ഒരു സെക്രട്ടറി അവിടെ പാർട്ടി പിടിച്ചെടുത്തിരിക്കുന്നു. അതും ഭൂരിപക്ഷം ചെറുപ്പക്കാരുടെ പിന്തുണയോടുകൂടി. പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും അത്തരത്തിലുള്ള ആൾക്കാരാണ്. അവിടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പല സഹാക്കളും അങ്ങനെയുള്ളവരാണ്. എന്തായാലും വയനാട്ടിൽ ഇത്തരത്തിലുള്ള വിഷയം നടക്കുമ്പോൾ തൊട്ടടുത്തുള്ള പാലക്കാട് CPIക്കകത്താണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. CPIയിൽ അവിടുത്തെ പാർട്ടി മണ്ഡലം സെക്രട്ടറിയായ സെയ്ദലവി പറഞ്ഞ, എനിക്ക് മണ്ഡലം സെക്രട്ടറി ആയിട്ട് ഇരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. മുഹമ്മദ് മുഹസിൻ എന്ന MLA താന്തോന്നിത്തരമാണ് കാണിക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ കേൾക്കുന്നില്ല, താന്തോന്നിത്തരം കാണിക്കുന്നു. ഒരു കാര്യവും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. മുഹസിന്റെ ഈ താന്തോന്നിത്തം വളരെ അനിയന്ത്രിതമായി പോകുന്നു. പല പ്രാവശ്യം പാർട്ടി താക്കീതിട്ടും മുഹസിൻ, CPIയുടെ MLA ആയ മുഹസിൻ ഒരു കൺട്രോളും കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇനി പാർട്ടി സെക്രട്ടറി ഇരിക്കാൻ കഴിയില്ല, ഞാൻ രാജിവെച്ച് പോകും, എനിക്ക് മണ്ഡലം സെക്രട്ടറി ആയിരിക്കേണ്ടെന്ന് സെയ്ദലവി പറഞ്ഞിരിക്കുന്നു. ആ വിവരം അവർ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് അയക്കുകയും ജില്ലാ കമ്മിറ്റി അത് സംസ്ഥാന കമ്മിറ്റിക്ക് റെഫർ ചെയ്യുകയും ചെയ്തിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ വയനാട്ടിൽ CPMൽ പുതിയ പാർട്ടി സെക്രട്ടറി തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു വരികയും വോട്ടിങ്ങിലൂടെ ജയിച്ചു വരികയും തൊട്ടപ്പുറത്ത് മുഹമ്മദ് മുഹസിൻ എന്ന് പറഞ്ഞ MLA സഹിക്കാൻ വയ്യാതെ പല പാർട്ടി പ്രവർത്തകരും, പഴയ പാർട്ടി പ്രവർത്തകർ പിന്നെ രാജിവെച്ചു പോകാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന അന്തർനാടകങ്ങൾ, നമ്മൾ കാണാൻ കഴിയാത്ത, നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചില പ്രവർത്തനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.